എല്ലാവർക്കും നമസ്കാരം. കൃത്യം മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. HSA എക്സാം അടുത്തിരിക്കുകയാണ്. നമ്മൾ HSAയുടെ സിലബസ് അനുസരിച്ച് ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആത്മകഥയെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞൊരു ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചാനലിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജീവചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം. നമുക്കറിയാം, ഒരാളുടെ ജീവിതം എഴുതുമ്പോൾ അത് ആത്മകഥയാണ്. ഞാൻ എന്നെ കുറിച്ച് എഴുതുമ്പോൾ അതെന്റെ ആത്മകഥയാണ്. എന്നാൽ എന്റെ ജീവിതത്തെ കുറിച്ച് മറ്റൊരാൾ എഴുതുമ്പോൾ അത് എന്റെ ജീവചരിത്രമാണ്. പൊതുവെ ആത്മകഥയുടെ ഭാഗത്തു നിന്നും ജീവചരിത്രത്തിന്റെ ഭാഗത്തു നിന്നും ചോദിക്കാറുള്ളത് ആത്മകഥയുടെയോ ജീവചരിത്രത്തിന്റെയോ പേര് തന്നിട്ട് ആരാണ് അത് എഴുതിയത് എന്ന തരത്തിലാണ്. നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കിയാൽ അങ്ങനെയാണ് കാണുന്നത്. അതിനേക്കാളുപരി ആഴത്തിലുള്ള ചോദ്യങ്ങൾ അധികം കാണാറില്ല. ഇപ്പൊ നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് പുതിയ ആത്മകഥകളും മലയാളത്തിൽ ഇതുവരെ ഉണ്ടായ പുതിയ ആത്മകഥകളും ജീവചരിത്രങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കി അത് ആരാണ് രചിച്ചത് എന്നും മനസ്സിലാക്കുക. കൂടാതെ പ്രധാനപ്പെട്ടവയുടെ വർഷവും നമ്മൾ അറിഞ്ഞിരിക്കണം. നെറ്റ് പോലുള്ള പരീക്ഷകൾക്ക് ചിലപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങളും വരാം. അപ്പൊ ജീവചരിത്രത്തെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രത്യേക വ്യക്തിയുടെ ജീവിത ചരിത്രം എന്ന അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്ന ബയോഗ്രാഫി എന്ന പദം ബയോസ് ഗ്രാഫിയ എന്നീ ഗ്രീക്ക് പദത്തിൽ നിന്ന് നിഷ്പന്നം ആയതാണ്. നമുക്ക് അറിയുന്ന കാര്യമാണ്, എളുപ്പമുള്ള കാര്യമാണ്. ഒരാളുടെ ജീവിത ചരിത്രമാണ് ജീവചരിത്രം, ബയോഗ്രഫി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ജീവിതം പറയുമ്പോൾ അത് ആത്മകഥയാണ്, അത് ഓട്ടോബയോഗ്രഫിയാണ്. അപ്പോ ജീവചരിത്രം ബയോഗ്രഫിയും ആത്മകഥ ഓട്ടോബയോഗ്രഫിയാണ്. ഇനി പ്രധാനപ്പെട്ട ചില ആത്മകഥകൾ ജീവചരിത്രങ്ങളും അത് എഴുതിയ ആൾക്കാരെയും നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് സാഹിത്യ പഞ്ചാനനൻ എന്ന ജീവചരിത്രം. PK പരമേശ്വരൻ നായർ ജീവചരിത്ര സാഹിത്യം ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ വളർന്നത് തന്നെ PK പരമേശ്വരൻ നായരുടെ സാഹിത്യ പഞ്ചാനനൻ എന്ന കൃതിയുടെ പ്രകാശനത്തോടെയാണ് എന്ന് ഡോക്ടർ K അയ്യപ്പ പണിക്കർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാഹിത്യ പഞ്ചാനനൻ എന്ന ആത്മകഥ, സാഹിത്യ പഞ്ചാനന്റെ ആത്മകഥ രചിച്ചത് PK പരമേശ്വരൻ നായരാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോക്ടർ K അയ്യപ്പ പണിക്കരുടെ അഭിപ്രായമാണ് ഈ ജീവചരിത്ര സാഹിത്യം ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ വളർന്നത് ഈ PK പരമേശ്വരൻ നായരുടെ ഈ കൃതിയുടെ പ്രകാശനത്തോടെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ K അയ്യപ്പ പണിക്കരാണ്. ഇതുപോലുള്ള പ്രധാന അഭിപ്രായങ്ങളും നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തത് PK പരമേശ്വരൻ നായർ തന്നെ രചിച്ച ജീവചരിത്രമാണ്. അത് CV രാമൻപിള്ളയുടെ ജീവചരിത്രമാണ്. അതിന്റെ പേരും CV രാമൻപിള്ള എന്ന് തന്നെയാണ്. വർഷം ശ്രദ്ധിക്കുക, 1947. അപ്പോൾ CV രാമൻപിള്ളയുടെ CV രാമൻപിള്ള എന്ന ജീവചരിത്രം രചിച്ചത് PK പരമേശ്വരൻ നായരാണ്. ഇനി PK പരമേശ്വരൻ നായർ കൂടാതെ മറ്റു ചിലർ കൂടി CV രാമൻപിള്ളയുടെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സാക്ഷാൽ CV എന്ന ജീവചരിത്രമാണ്. സാക്ഷാൽ CV എഴുതിയത് N ബാലകൃഷ്ണനാണ്. പക്ഷേ പരമേശ്വരൻ നായരുടെ ഇതിനു ശേഷം 4 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്, 1951 ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോ CV രാമൻപിള്ളയെ കുറിച്ച് തന്നെയുള്ള 2 ജീവചരിത്രങ്ങള് നമ്മൾ പഠിച്ചു. ഇനി രാജാ രവിവർമ്മയുടെ ജീവചരിത്രം എഴുതിയത് N ബാലകൃഷ്ണൻ നായർ. N ബാലകൃഷ്ണൻ നായർ 21 അധ്യായങ്ങളായിട്ട് രാജാ രവിവർമ്മയുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ആ ജീവചരിത്രത്തിന്റെ പേരും രാജാ രവിവർമ്മ എന്ന് തന്നെയാണ്. ഇനി ശ്രീ സ്വാതി തിരുനാളിന്റെ ആത്മകഥ ജീവചരിത്രം N ബാലകൃഷ്ണൻ ശ്രീ സ്വാതി തിരുനാൾ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. ശക്തൻ തമ്പുരാന്റെ ജീവചരിത്രം പുത്തേടത്ത് രാമൻ മേനോൻ ശക്തൻ തമ്പുരാൻ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. സ്വദേശാഭിമാനിയുടെ ജീവചരിത്രം ശ്രദ്ധിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സ്വദേശാഭിമാനിയുടെ ആത്മകഥയാണ്. അതിന്റെ പേര് എന്റെ നാട് കടത്തൽ. ഇവിടെ സ്വദേശാഭിമാനിയുടെ ജീവചരിത്രം K ഭാസ്കരപിള്ള രചിച്ചു. അതിന്റെ പേരും സ്വദേശാഭിമാനി എന്ന് തന്നെയാണ്. അടുത്തത് കുമാരനാശാന്റെ ഒരുപാട് ജീവചരിത്രങ്ങള് മലയാളത്തിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് പരിചയപ്പെടാം.
അതിൽ പ്രധാനപ്പെട്ടത് മഹാകവി കുമാരനാശാൻ എന്ന പേരിൽ CO കേശവൻ 1956 രചിച്ച ജീവചരിത്രമാണ്. മഹാകവി കുമാരനാശാൻ എഴുതിയത് CO കേശവൻ, വർഷം 1956. ഇനി EMSന്റെ ഒരു ജീവചരിത്രം പരിചയപ്പെടാം. സഖാവ് EMS എന്നാണ് ആ ജീവചരിത്രത്തിന്റെ പേര്. അത് എഴുതിയത് MA ജോർജ്, വർഷം 1958. ഇനി യേശുദേവന്റെ ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കി ഒരുപാട് പഠനങ്ങൾ നടത്തി KP കേശവമേനോൻ 1971 യേശുദേവന്റെ ജീവചരിത്രം യേശുദേവൻ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. യേശുദേവൻ KP കേശവമേനോൻ 1971. കുമാരനാശാന്റെ മറ്റൊരു ജീവചരിത്രം കൂടി പരിചയപ്പെടാം. വളരെ പ്രധാനമാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ജീവചരിത്ര സാഹിത്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ K. സുരേന്ദ്രന്റെ കുമാരനാശാൻ എന്ന ജീവചരിത്രം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. ഇനി അത് 1963 പുറത്തു വന്നത്. അതിനു മുന്നേ നമ്മൾ കുമാരനാശാന്റെ മറ്റൊരു ജീവചരിത്രം പഠിച്ചിരുന്നു. അതിലെഴുതിയത് CO കേശവൻ ആയിരുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട, ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം, AR രാജരാജവർമ്മയുടെ ജീവചരിത്രം 3 ഭാഗങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം, AR രാജരാജവർമ്മയുടെ ജീവചരിത്രം 3 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് രചിച്ചത് അദ്ദേഹത്തിന്റെ മക്കളായിരുന്നു. M. ഭഗീരഥി അമ്മ തമ്പുരാനും M. രാഘവവർമ്മ രാജയും ചേർന്ന് അവരുടെ പിതാവായ AR രാജരാജവർമ്മയുടെ ജീവചരിത്രം 3 ഭാഗങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാം ഭാഗം 1953 പുറത്തു വന്നത്. ഒന്നാം ഭാഗത്തില് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ ജനനം തൊട്ട് അദ്ദേഹം നാട്ടുഭാഷാ പര്യവേഷകനായി നിയമിക്കപ്പെടുന്നത് വരെയുള്ള സന്ദർഭങ്ങളാണ് പറയുന്നത്. ഒന്നാം ഭാഗം 1953. രണ്ടാം ഭാഗത്തിൽ അദ്ദേഹം മഹാരാജാസ് കോളേജിൽ പ്രൊഫസർ ആകുന്നത് വരെയുള്ള കാലത്തെ സംഭവങ്ങളാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിച്ചിരിക്കുന്നത്. അത് പുറത്തു വന്നത് 1961. ഇനി മൂന്നാം ഭാഗം 1963 പുറത്തു വന്നത്. അത് അതിനുശേഷമുള്ള 8 വർഷക്കാലം, അതായത് ഇദ്ദേഹം മഹാരാജാസ് കോളേജിൽ പ്രൊഫസർ ആകുന്നത് വരെ രണ്ടാം ഭാഗത്തിലാണ്. അതിനുശേഷമുള്ള 8 വർഷക്കാലമാണ് മൂന്നാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വിസ്മരിക്കപ്പെട്ട വിപ്ലവകാരികള്. ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇന്ത്യ ചരിത്രത്തിൽ വളരെ സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു പേരാണ് ഡോക്ടർ ചെമ്പകരാമൻ പിള്ള. ജർമ്മനിയിൽ വെച്ച് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മളതിനെ കുറിച്ച് വീണ്ടും വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം PKB പിള്ള 1967 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ പേര് വിസ്മരിക്കപ്പെട്ട വിപ്ലവകാരിയാണ്. അപ്പോ ശ്രദ്ധിക്കുക, ഈ വിസ്മരിക്കപ്പെട്ട വിപ്ലവകാരി ഡോക്ടർ ചെമ്പകരാമൻ പിള്ള ശരിക്ക് നമ്മൾ ഇന്ന് മറന്നു പോകുന്ന അല്ലെങ്കിൽ ഒരുപാട് കാലം നമ്മൾ മറന്നു പോയ ഒരു വിപ്ലവകാരിയായിരുന്നു. ആ പേരും ഇതുമായിട്ട് ചേർത്ത് പഠിക്കുന്നു. ഇനി വളരെ പ്രസിദ്ധമായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ജീവചരിത്രം KP വറീദ് രചിച്ചിട്ടുണ്ട്. അത് 1973 1973 ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടിന്റെ ജീവചരിത്രം KP വറീദ് രചിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം എന്ന ജീവചരിത്രം. അത് MK സാനു എഴുതി. വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, 1988 അത് പ്രസിദ്ധീകരിച്ചത്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം, MK സാനു 1988. ഇനി കുമാരനാശാന്റെ മറ്റൊരു ജീവചരിത്രം പരിചയപ്പെടാം. ഇതും നമ്മള് നക്ഷത്രങ്ങളുടെ പ്രേമഭാജനത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന മറ്റൊരു പേരാണ് മൃത്യുഞ്ജയം കാവ്യജീവിതം. MK സാനുവിന്റെ മൃത്യുഞ്ജയം കാവ്യജീവിതം 1996.
മൃത്യുഞ്ജയം കാവ്യജീവിതം രചിച്ചത് MK സാനു 1996. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ പ്രേമഭാജനം രചിച്ചത് MK സാനു 1988. ഇതിന്റെ രണ്ടിനെയും വർഷം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഇനി മൂർക്കോത്ത് കുമാരനെ കുറിച്ച് നമുക്കറിയാം. നമ്മൾ ചെറുകഥയുടെ ക്ലാസ്സിലൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂർക്കോത്ത് കുമാരന്റെ ജീവചരിത്രം അദ്ദേഹത്തിന്റെ മകനായ മൂർക്കോത്ത് കുഞ്ഞപ്പ രചിച്ചിട്ടുണ്ട്. അതിന്റെ പേരും മൂർക്കോത്ത് കുമാരൻ എന്ന് തന്നെയാണ്. അപ്പോ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് ജീവചരിത്രങ്ങൾ ഇന്ന് പരിചയപ്പെട്ടു. ശ്രദ്ധിക്കേണ്ടത് ആത്മകഥ, ജീവചരിത്രം, സഞ്ചാര സാഹിത്യം ഈ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കൃതിയുടെ പേര്, വർഷം, അത് എഴുതിയാണ് ഈ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഇനി അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ പ്രബലമായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി പഠിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും കൂടി നമ്മൾ ചുരുക്കി പറയാം. ജീവചരിത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമുക്കറിയാം ഒരാളുടെ ജീവിത ചരിത്രമാണ് ജീവചരിത്രം. എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് മറ്റൊരാൾ എഴുതുമ്പോൾ അതിൻ്റെ ജീവചരിത്രമാണ്. ഇനി മലയാളത്തില് ജീവചരിത്രം എന്നൊരു ശാഖ ഉണ്ടായത് തന്നെ PK പരമേശ്വരൻ നായരുടെ സാഹിത്യ പഞ്ചാനൻ എന്ന കൃതിയുടെ പ്രകാശനത്തോടെയാണ് എന്ന് ഡോക്ടർ K അയ്യപ്പ പണിക്കർ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മറ്റു ചില ജീവചരിത്രം കൂടി പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ടത് കുമാരനാശാനെ കുറിച്ച് വന്നിട്ടുള്ളവ, പിന്നെ നമ്മുടെ യേശുദേവൻ എന്ന ജീവചരിത്രം, പിന്നെ AR രാജരാജവർമ്മയുടെ ജീവചരിത്രം. ഈ കാര്യങ്ങള് വളരെ ആഴത്തിൽ നിങ്ങൾ പഠിക്കണം. ഇവരുടെ ജീവിതത്തെ കുറിച്ചും അല്ലെങ്കിൽ പ്രധാന സംഭവങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ പലയിടങ്ങളിലായി പഠിക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് വ്യാകരണത്തെ കുറിച്ച് പഠിക്കുന്നിടത്തും നോവലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നിടത്തും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ജീവചരിത്രങ്ങൾ എഴുതിയാളെ കൂടി മനസ്സിലാക്കണം. ചിലപ്പോൾ ചോദ്യങ്ങൾ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഈ ജീവചരിത്രത്തിലെ കണ്ടന്റൊക്കെ നമുക്ക് മിക്കതും അറിയുന്നുണ്ടാവും, പക്ഷെ അത് എഴുതിയത് ആരാണ്, ഏത് വർഷം എഴുതി എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പിന്നെ ചെമ്പകരാമൻ പിള്ളയെ കുറിച്ചുള്ള ജീവചരിത്രം, ഈ കാര്യങ്ങൾ ഒക്കെ, യേശുദേവനെ കുറിച്ചുള്ളത്, ആശാനെ കുറിച്ചുള്ളത് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനിയുള്ള ജീവചരിത്രങ്ങളും ആത്മകഥകളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ ഷോർട്സിലൂടെയും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഈ ജീവചരിത്രവും ആത്മകഥയും ഇവരുടെ പേരൊക്കെ എഴുതി വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്ക് അവിടെ നിന്ന് പഠിച്ചാൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. മറ്റു ചില വിഷയങ്ങളാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓപ്ഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം ഉത്തരം എന്ന തരത്തിൽ പഠിച്ചാലേ മതിയാവുകയുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.